പെരിയാമണലിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് കായ്പുറം എന്ന് പറയുന്നത്. കായ്പുറത്ത് വന്ന് ഒരു അസുഖത്തിനുള്ള മരുന്ന് തേടിയാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും നളപാചകത്തിൽ എനിക്ക് എന്താണ് അസുഖം എന്ന് നിങ്ങൾക്കറിയാലോ. എന്താണ് ആ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് എന്തായാലും ഈ വൈദ്യുതി തരും. വൈദ്യരുടെ കടയിലാണ് എത്തിയിരിക്കുന്നത്. കമോൺ. വൈദ്യരുടെ ഇവിടെ എന്താണോ അവിടെ വൈദ്യരേട്ടൻ ഇവിടെ ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മീൻ വിഭവങ്ങളുടെ സ്പെഷ്യാലിറ്റി ഒരുപാടുണ്ടെന്നാണ് എല്ലാവരുടെയും. മീൻ കലയുണ്ട്, അല്ലാതെ മീൻ ഫുള്ളായിട്ട് ഇങ്ങനെ നിർത്തി പൊരിച്ചതുണ്ട്, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. അദ്ദേഹം തിരക്കിലാണ്. മീനിന്റെ ഓരോ ഐറ്റംസ് ഒക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് എന്തൊക്കെയാണ് പൊരിക്കാൻ വേണ്ടി എടുക്കുന്നത്? മീൻ പൊരിക്കാൻ കൊഞ്ച്, കരിമീൻ, വരാല്, പിന്നെ കാളാഞ്ചി, പൂമീൻ, എല്ലാ സൈസ് പൊടിമീൻ എല്ലാം പൊരിക്കാറുണ്ട്. കറികൾ ഇവിടെ തലക്കറിയും എല്ലാ കറികളും ഇവിടെ റെഡിയായിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള കറികളും റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഒരു മേളമാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ഹോട്ടലൊന്നുമല്ല, പക്ഷേ ഈ കൊച്ചു ഹോട്ടലാണെങ്കിലും ഉള്ള സൗകര്യം വെച്ച് വളരെ വൃത്തിയായി നല്ല രുചികരമായ ഭക്ഷണം ഇവിടെ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ വൈദ്യരേട്ടന്റെ കട അന്വേഷിച്ച് എല്ലാവരും കായ്പുറത്ത് എത്തുന്നത്. വൈദ്യരേട്ട, ഈ പേരെങ്ങനെയാ വന്നത്? എല്ലാവരും വൈദ്യരുടെ കടയിൽ ചെന്നാണ് വൈദ്യരുടെ കടയിൽ ചെന്നാൽ ഇതാണ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മള് പഠിച്ച വൈദ്യമാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണ് ഒരു ഇതിലേക്ക് കടന്നു വന്നത്? അങ്ങനെ യാദൃശ്യമായി ഇങ്ങനെ കടന്നു പോകുന്നു. പിന്നെ ആ പീരീഡിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയി. അതെ, ഇവിടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര തക്കതമേ നടക്കുകയാണ്. അടുക്കളയിൽ ഇവിടെ ഓരോന്ന് മീനുകൾ പൊരിച്ച് അങ്ങോട്ട് നേരെ കൊണ്ടുപോകുന്ന സെക്ഷനും ഒക്കെയാണ്. പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഈ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഐറ്റം കണ്ടല്ലോ. ഇതിന് കാണുമ്പോൾ തന്നെ നമുക്കിത് ഒന്ന് കറിയിച്ച് കഴിക്കാനോ പൊരിച്ച് കഴിക്കാനോ ഉള്ള ഒരു ആക്രാന്തം നമ്മുടെ മനസ്സിലുണ്ട്. നല്ല കൊഞ്ചാണ്, അതുകൊണ്ട് വലിയ കൊഞ്ചാണ്. ഈ കൊഞ്ചിനാണ് നമ്മൾ ഇന്ന് ഫ്രൈ ആണ് വെച്ച് ചെയ്യുന്നത്. ഫ്രൈ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ കൊഞ്ചിനെ കണ്ടിട്ടുള്ള ഈ കൊഞ്ചിനെ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടി എന്നോടൊപ്പമുള്ളത് വൈദ്യുതിയുടെ ഹോട്ടല് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഓമന ചേച്ചിയാണ്. ഓമന ചേച്ചി ഇവിടുത്തെ പാചക കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഓമന ചേച്ചി ഞാൻ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ആവശ്യം? മുളക് പൊടി, മസാല എന്തൊക്കെ ചേർക്കുന്ന മസാലകളാണ്? മസാലക്കകത്ത് നമ്മള് സാധാരണ ജീരകങ്ങള്, പിന്നെ കറവ, അങ്ങനെയുള്ള എല്ലാ ചേരുവകളും ഉണ്ട് ഇതിനകത്ത്. മസാല നമ്മള് ഇവിടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല, നമ്മള് തന്നെ കൂട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ ഇതിനകത്ത് കറവയുണ്ട്, ഏലയുണ്ട്, ജീരകം, പെരുംജീരകം, കറുവപ്പട്ട, അത്തരം സാധനങ്ങളുണ്ട്. അത് നമ്മള് ഇതില് ഗ്രൈൻഡറിനകത്ത് നല്ലതായിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ പൊടിച്ച് ഇതിനെടുക്കും. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന മസാലയാണിത്. പിന്നെന്താണ് ആവശ്യം? പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് ആവശ്യമുണ്ട്. കുരുമുളക് പൊടി, ഉപ്പ്. നമ്മളത് സാധാരണ മുളക് പൊടി നമ്മൾ വാങ്ങിക്കുന്നതല്ല, ഇവിടെ ഞങ്ങൾ വാങ്ങിച്ച് പൊടിച്ച് മുളകാണ്. കാരണം നമ്മൾ കുറഞ്ഞൊന്നും വാങ്ങിക്കാറില്ല, നമ്മൾ നല്ല സാധനങ്ങളെ വാങ്ങിക്കാറുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച് മുളകായിരുന്നാലും മസാല ഒക്കെ ആയിരുന്നാലും ഇവിടെ തന്നെ വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പൊ മസാലക്കകത്ത് എന്തെല്ലാം ചേർക്കണമെന്നും എല്ലാം ചേച്ചി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതിൽ നല്ല എരിവുള്ള മുളക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളപ്പോ ആദ്യം എന്താണ് നമ്മുടെ കൊഞ്ചിനെ ചെയ്യേണ്ടത്? കൊഞ്ച് നമ്മള് പൊടിച്ചെടുക്കണം. കൊഞ്ച് ഫ്രൈ ഇതിന്റെ ഇത് മാറ്റിക്കൊണ്ട് അത് കട്ട് ചെയ്ത് എടുക്കണം. തിലകഞ്ചേട്ടൻ മുഖത്തുള്ള ആ ഒരു വെട്ടി വരുന്ന ഭാഗങ്ങൾ ആദ്യമെല്ലാം കളഞ്ഞു. അതുപോലെ തന്നെ കാലിന്റെ കഷ്ണങ്ങളും ഒക്കെ വെട്ടി കളയുകയാണ് ചെയ്യുന്നത്. വീണ്ടും ആ ഭാഗങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞു. തിലകഞ്ചേട്ടൻ സിനിമയൊക്കെ കാണും? തിലകഞ്ചേട്ടൻ കാണും. നമ്മളൊരു ഫേമസ് ഒരു സിനിമാകാരനാണ് സൂചിപ്പിക്കുന്നത്. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ജയനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം തിലകഞ്ചേട്ടന്. ഓക്കെ, ജയനെ ഇഷ്ടപ്പെടുന്ന തിലകഞ്ചേട്ടൻ ഇവിടെ ആക്ഷൻ പോലെയാണ്. ഇതിന്റെ കൊഞ്ചിന്റെ രണ്ട് ഭാഗങ്ങളും നേരെ പുലർന്ന് പിളർന്നിട്ട് അതിന്റെ തോട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ആ ഒരു ഭാഗമായിട്ട് മാത്രം മാറ്റിയിട്ടുണ്ട്. അതാണ് ഉപയോഗിക്കുന്നില്ല അല്ലേ? തോടില്ലേ? അത് തന്നെ കൊമ്പും ഇതൊക്കെ മുറിച്ച് കളഞ്ഞ് ഏകദേശം സൈഡിലുള്ള അതെല്ലാം കാലിന്റെ ഭാഗങ്ങളെല്ലാം വിട്ടുപോലും അതിന്റെ തോടും പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് പിന്നെ വേപ്പിൽ തണ്ടാണ്, അത് ഉള്ളിൽ കയറ്റിയെന്നല്ലെങ്കിൽ നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഇത് വളഞ്ഞു പോകും. ഓ, അപ്പം ഇത് വലിയ കൊണ്ടുണ്ടാകുമ്പോൾ
ശ്രദ്ധിക്കേണ്ട കാര്യമെന്നുള്ളത് ഇപ്പം വേപ്പിലയുടെ തണ്ട് ചേട്ടൻ ഇതിന്റെ ഇടയിൽ കൂടെ അകത്തേക്ക് കയറ്റി കൊടുക്കുകയാണ്. കാരണം ഇത് പൊളിക്കാൻ വേണ്ടി ഇടുമ്പോൾ ഇത് അല്ലാതെടുത്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളർന്നു പോകും. വളർന്നു പോകാതിരിക്കാൻ വേണ്ടി വേപ്പിലയുടെ തണ്ട് ഇതിന്റെ കൂടെ അങ്ങ് എടുത്തിടുകയാണ്. ചിലപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ കളഞ്ഞ് ഇത്രയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ ഇതാണ് മസാല കൂട്ടുകൾ ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? തയ്യാറായിട്ടുള്ള കൊഞ്ച്, എല്ലാം ഡ്രസ് ചെയ്തിട്ടുള്ള കൊഞ്ച്. ഓക്കെ, അപ്പൊ ഞാനിത് ഓമന ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നല്ല കൊഞ്ചിന് ഫുൾ ഫ്ലേവറുണ്ടല്ലോ. കൊഞ്ചിങ്ങനെ പറഞ്ഞ് അതിന്റെ ജീവൻ പോലും എന്റെ കൈകൊണ്ട് കഴിക്കാൻ അതിനകത്ത് ഒരു ഇതുള്ളത് കൊണ്ട് കൊഞ്ചിന് ഓമന ചേച്ചി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൊഞ്ചിനെ നമുക്ക് വൃത്തിയാക്കാം. അടുത്ത കൊഞ്ചിങ്ങനെ റെഡിയായിട്ട് ഇവിടെ ഇത് എന്നെ ഡ്രസ് ചെയ്യുന്നു അതിന് അടുത്ത കൊഞ്ച് റെഡിയായി കിടപ്പുണ്ട്. ചേട്ടോ ഇതിലൂടെ കെട്ടിയാം. കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. അടിച്ചതിന്റെ കണ്ണാൻ പിടിക്കും. തിരുമധുരം തിങ്കൾ മുതൽ വ്യാഴം വരെ ദിവസവും വൈകിട്ട് 6-നും. This program brought to you by കേരളം കണ്ടുപിടിച്ച ഏറ്റവും വലിയ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഷോറൂം രാജസ്ഥാൻ മാർബിൾസ്, മലപ്പുറം, തിരുവനന്തപുരം, ചേർത്തല, കോട്ടയം, ചിറയൻകീഴ്. വാഗർത്ഥത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. കാസിയസിന്റെ ഒരുപാട് സൃഷ്ടികൾ, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ഒരു അത്ഭുതമായി തോന്നുന്നു. ഇന്ത്യൻ ചിത്രകലയിൽ വളരെ നൂതനമായിട്ടുള്ള ഒരു ചിത്രഭാഷ രൂപപ്പെടുത്തിയെടുക്കാൻ അത് പണികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ ചിത്രകലയിലെ തന്നെ ഒരു വേറെടുത്ത് നടത്തുമെന്ന് പറയാം. അവരുടെ ജീവന്റെ വലിയൊരു ഉത്സവമാണ്. ജീവന്റെ വ്യക്തതയല്ല, ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിന്റെയും. കാക്കയ്ക്ക് അതിന്റെ കരച്ചിലിലൂടെയാണ് അതിന്റെ ഉത്സവം നടത്തുന്നത്. നമുക്കുള്ള പ്രവചനം എഴുതുമ്പോഴേക്ക് കാസിഫി വാഗർത്ഥം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഈ പ്രമോദക്കാലത്ത് കരുതലോട് നിക്ഷേപിക്കും. കാസിഫി, വിശ്വസ്തം, സുരക്ഷിതം. co-sponsored by കേരളം കണ്ടുപിടിച്ച ഏറ്റവും വലിയ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഷോറൂം രാജസ്ഥാൻ മാർബിൾസ്, മലപ്പുറം, തിരുവനന്തപുരം, ചേർത്തല, കോട്ടയം, ചിറയൻകീഴ്. കാരുണ്യ ലോട്ടറി 1ാം സമ്മാനം 1 കോടി രൂപ. നറുക്കെടുപ്പ് എല്ലാ ശനിയാഴ്ചയും. ടിക്കറ്റ് വില 50 രൂപ. ഇനി നമ്മൾ കൊഞ്ചിനെ അതിൽ കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം നമ്മള് കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ കച്ചവടം നാളെ അടിപൊളി കച്ചവടമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാണ് നമ്മൾ കൂടുതലായിട്ട് കൊഞ്ചും കരിമീനും കളാഞ്ചിയൊക്കെയാണ്. കൊഞ്ചും കാരിയും കാറാഞ്ചിയും ഇതൊക്കെ തന്നെയാണ് അവർക്കും ഇഷ്ടം. ഇത്രയും കാര്യങ്ങളാണ്. മീനിന്റെ എല്ലാം ഉണ്ട്. ശരി, അപ്പൊ നമുക്കിനി സ്റ്റവ് ഓണാക്കാം. നമ്മൾ പാത്രം വെച്ചു കൊടുത്തു. ഇനി എന്താ ചെയ്യുന്ന പാത്രം ചൂടാൻ ശേഷം? ചൂടാൻ ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ പൊരിക്കാൻ വേണ്ടി എടുക്കുന്നത്. വെളിച്ചെണ്ണ പൊരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിനെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. 2 കൊഞ്ചിനെയും നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ കൂടുതൽ ഒഴിക്കും. ഇല്ല, നമ്മുടെ ആവശ്യത്തിന്. ഇപ്പൊ ഈ 2 ഫ്രൈക്ക് മാത്രമുള്ളതും ഒഴിച്ചാൽ മതി. നമ്മൾ ഇനി കൊഞ്ചിലേക്ക് മസാല പരട്ടി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒപ്പം ഇവിടെ വെളിച്ചെണ്ണ അല്ലേ, വെളിച്ചെണ്ണ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. 2 കൊഞ്ച് പൊരിക്കാനുള്ള വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത്രയും വെളിച്ചെണ്ണ ആവശ്യമാണ്. വെളിച്ചെണ്ണ വരും ഇതൊരു 200 ഗ്രാം വെളിച്ചെണ്ണ. 200 ഗ്രാം. ഒരു 2 കൊഞ്ച് വലിയ കൊഞ്ചാണ്. അത് പൊരിക്കാൻ വേണ്ടി 200 ഗ്രാമാണ് ചേർക്കുന്നത്. നമ്മൾ ഇതിൽ
അതിലേക്ക് മസാലകൾ ചേർക്കുക അല്ലേ? അതിലേക്ക് ഒരു പാത്രത്തില് ചേച്ചി മസാല 3 സ്പൂൺ മുളക് പൊടി. എത്രയാണ്? 3 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിനുള്ള ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്ന മസാലയാണ്. എന്നിട്ട് ചേച്ചി നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്ത ഒരു പരിപാടിയൊക്കെ കുറച്ച് മിക്സ് ചെയ്ത് വെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. മസാല റെഡിയായി. മസാല ഇനി നമ്മൾ മസാല ഇതിലേക്ക് പെരുത്തി കൊടുക്കും. ഇനി കൊഞ്ചെടുത്ത് കൊഞ്ചോരൊന്നായിട്ട് എടുത്ത് അതിലേക്കിട്ട് എല്ലാ ഭാഗങ്ങളിലും മസാല തേച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയൊരു കൂട്ട് മസാലയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളകും ഉപ്പും മസാലയിൽ എന്തെല്ലാം ചേർക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. ചേച്ചി എന്തെല്ലാം ഇവിടെ പൊടിച്ചെടുക്കുന്ന മസാലയാണ് നമ്മൾ ഇതിനോട് ചേർത്തത്. ഒരു കൊഞ്ചിന് മൊത്തം ആ ഒരു കൂട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് എന്റെ കയ്യിലായിട്ട് റെഡിയായിട്ടിരിപ്പുണ്ട്. അടുത്തതിലേക്ക് ചേച്ചി ഇത് വെട്ടി കൊടുക്കുക. ഇവിടെ ഇപ്പം വെളിച്ചെണ്ണ ഒരുവിധം ചൂടായ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ വാസന, അതൊക്കെ കിട്ടി തുടങ്ങി. അതിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ കൊഞ്ച് അതിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ തന്നെ നല്ല വെളിച്ചെണ്ണ തളർന്നിരിക്കുന്ന വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. അപ്പൊ തന്നെ അതിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. മസാലയും കൊഞ്ചും എല്ലാം കൂടി ഇട്ടുകൊടുത്ത് അതിലേക്ക് നല്ല സ്മെല്ലും വരാൻ വേണ്ടി തുടങ്ങി. കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു കാണുന്ന ചന്തം ഇനി കഴിക്കുന്ന ചന്തയായിട്ടാവും. ചേച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന്റെ സൈഡിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പം അമ്മ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ കൊഞ്ച് വറുത്തോണ്ടിരിക്കുക തന്നെയാണ്. ശരിക്കും കൊഞ്ച് ഇവിടെ വറുക്കുന്നുണ്ട്. അത് വറുത്ത് റെഡിയാക്കുകയാണ്. ഇത് എത്ര കൊഞ്ച് വറുക്കാം? ഇതൊരു വലിയ പാത്രമാണ് ശരിക്കും. 10 മീതായിട്ട് കൊഞ്ച് ഇവിടെ ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ്. ഒരു 10 കൊഞ്ച് ഇവിടെ ഇതിനകത്തുണ്ട്. 10 കൊഞ്ച് അവിടെ ഇങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി കുറച്ച് അവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇവിടെ പരിപാടികളൊക്കെ നടക്കുകയാണ്. ചേട്ടാ എന്താണ് ചിന്നത്തിലേച്ചേട്ടൻ ഇറച്ചി വയ്ക്കുക? അവിടെ ഇറച്ചി നിലച്ചേട്ടൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം പലങ്ങളായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൊഞ്ച് ഫ്രൈ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ്ടല്ലോ. പ്രത്യേകിച്ച് ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾ മസാല മറക്കരുത്. ചേച്ചി പ്രത്യേകം പറഞ്ഞത് മസാല, കുരുമുളക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്ത് ഇതിലേക്ക് നല്ല മിക്സ് ചെയ്തെടുത്ത് വെളിച്ചെണ്ണയാണ് നമ്മൾ പൊടിച്ചെടുത്തത്. 2 സൈഡും പൊടിച്ചിട്ട് കൊടുത്തു. ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇടുമ്പോൾ തന്നെ സ്മെല്ല് കൂടി വരികയാണ്. ഇത് തീയും കൂടി ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഗും എന്ന് പറഞ്ഞിട്ട് സ്മെല്ല് അടിക്കുന്നുണ്ട്. നമ്മുടെ കൊഞ്ച് ഫ്രൈ നല്ല ചൂടോടെ തന്നെ ഇരിക്കുന്നതിന്റെ സ്മെല്ല് കാണാൻ ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒപ്പം ഇവിടെ ഇറച്ചിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. കൊഞ്ച് കണ്ടാൽ തന്നെ നമുക്ക് തിന്നാനുള്ള ആക്രാന്തം കൂടും. എന്തായാലും അമ്മ ചേച്ചി ഈ കൊഞ്ച് ഇവിടെ ഇരിക്കട്ടെ. കൊഞ്ചിനെ കണ്ടല്ലോ, കൊഞ്ചിനെ വിടാൻ വേണ്ടി തോന്നുന്നില്ല. പക്ഷെ ഇന്ന് കഴിക്കാനുള്ള മൂഡിലല്ല. കാരണം ഇവിടെ വന്നപ്പോ തന്നെ ഇതിന്റെ കടയിൽ കയറി നല്ല ഊണും വിഭവസമൃദ്ധമായുള്ള കൊഞ്ച് പൊരിച്ചതും ബാക്കിയുള്ള എല്ലാ കറികളും പിന്നെ ഒരു മീൻ തലയൊക്കെ വെച്ച് നന്നായിട്ട് ആഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതും കൂടി ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി